ഇന്ന് നമുക്ക് നായിബുൽ ഫായിലിനെ കുറിച്ച് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുനിയിൽ അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജ് IQAC ആൻഡ് IT ടീം പുറത്തിറക്കുന്ന അദ്ദുറർ അൽ ലുഗവിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഭാഷാ സ്നേഹികൾക്കും സ്വാഗതം. സാധാരണ നമ്മൾ ഒരു സെന്റൻസ് പറയുമ്പോൾ, ഉദാഹരണമായി ഫതഹൽ വലതു അൽ ബാബ, കുട്ടി വാതിൽ തുറന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ മാദിയായ ഒരു ഫെയിലുണ്ട്, ആ ഫെയിലിനെ ചെയ്തതായി അറിയിക്കുന്ന ഫായിലുണ്ട്, മഫ്ഊൽ ബിഹിയായി അൽ ബാബ എന്ന ഭാഗവും വന്നിട്ടുണ്ട്. എന്നാൽ ആ വാതിൽ തുറക്കപ്പെട്ടു എന്ന അർത്ഥത്തിൽ, വാതിൽ തുറന്നത് ആരാ നമുക്കറിയില്ല, വാതിൽ തുറക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ അറബിയിലേക്ക് നമ്മൾ അങ്ങനെ മാറ്റി പറയുമ്പോൾ ഫുതിഹൽ ബാബു എന്നാണ് പറയുക. ഫുതിഹൽ ബാബു. ഈ ആദ്യത്തെ സെന്റൻസും രണ്ടാമത്തെ സെന്റൻസും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ആദ്യത്തേതിൽ ഫതഹ എന്ന ഫെയില് മാദിയാണ് കൊടുത്തിട്ടുള്ളത്, എന്നാൽ രണ്ടാമത്തെ സെന്റൻസിൽ അത് ഫുതിഹ എന്നായിട്ടുണ്ട്. ആദ്യത്തേതിലെ അൽ വലതു എന്ന ഫായിലിനെ നമുക്ക് രണ്ടാമത്തെ സെന്റൻസിൽ കാണുക സാധ്യമല്ല. എന്നാൽ അൽ ബാബ എന്ന മഫ്ഊൽ ബിഹി ഒന്നാമത്തേതിൽ അങ്ങനെ വന്നതെങ്കിൽ രണ്ടാമത്തെ സെന്റൻസിൽ അൽ ബാബു എന്ന അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ രണ്ടു മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഫതഹ എന്ന ഫെയില് ഫുതിഹ എന്നാവുകയും അൽ ബാബ എന്ന മഫ്ഊൽ ബിഹി ഫായിലിന്റെ റഫ്ഇനെ എടുത്ത് അൽ ബാബു എന്നാവുകയും ചെയ്തു. ഇതേ വാചകം തന്നെ നമ്മൾ മുദാരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫതഹൽ വലതു അൽ ബാബ എന്ന സെന്റൻസിനെ നമ്മൾ മുദാരിയാക്കുമ്പോൾ യഫ്തഹുൽ വലതു അൽ ബാബ, കുട്ടി വാതിൽ തുറക്കുന്നു എന്നുള്ളതിന് നമ്മൾ ഇതേ രൂപത്തിൽ നമ്മൾ ഫായിലിനെ പറയാതെ വാതിൽ തുറക്കപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ യുഫ്തഹുൽ ബാബു എന്നാണ് അവിടെ വരിക. യഫ്തഹു എന്നുള്ള ആ ഒരു മുദാരിയായ ഫെയില് യുഫ്തഹു എന്നായി മാറ്റം സംഭവിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫതഹ എന്നുള്ള ഫെയില് മാദി ഫുതിഹ എന്നാകുമ്പോൾ ആദ്യത്തെ അക്ഷരത്തിന് ദമ്മും അവസാനത്തേതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസ്റുമാണ് വന്നിട്ടുള്ളത്. ഫതഹ എന്നുള്ളതിന്റെ ഫ അവിടെ നമ്മൾ നായിബ് ഫായിലിന്റെ കൂടെ വെക്കുമ്പോൾ ഫുതിഹ, ഫായിന് ദമ്മാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ലാസ്റ്റത്തേതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസ്റത്തുമാണ് വന്നിട്ടുള്ളത്. എന്നാൽ മുദാരി പരിശോധിച്ചു നോക്കുമ്പോൾ യഫ്തഹു എന്നുള്ളതിനെ നമ്മൾ യുഫ്തഹു എന്നാക്കുമ്പോൾ ആദ്യത്തേതിന് ദമ്മും അവസാനത്തേതിന് തൊട്ട് മുമ്പുള്ളതിന് ഫത്ഹയുമാണ് നമ്മൾ നൽകേണ്ടത്. യഫ്അലു യുഫ്അലു, യക്തുബു യുക്തബു. ഇതുപോലെ ആണ് മുദാരിയായ ഫെയിലുകൾ വരുന്നത്. അതേപോലെ തന്നെ മാദിയായതിന് മറ്റു ഉദാഹരണങ്ങൾ കതബ കുതിബ, ഖറഅ ഖുരിഅ. ഇതിലെ ഈ ഒരു ഫെയിലിന് മജ്ഹൂൽ ആയ ഫെയിലുകൾ എന്നാണ് പറയാറുള്ളത്. അതേപോലെ തന്നെ ഇനി നായിബ് ഫായിലായിട്ട് വരുന്നത് മുഅന്നസ് ആണെങ്കിൽ, മുഅന്നസായ ഒരു പദമാണ് വരുന്നതെങ്കിൽ അതിന്റെ ഫെയിലും നമ്മൾ മുഅന്നസാക്കി മാറ്റേണ്ടതാണ്. ഉദാഹരണത്തിന് കത്ത് എഴുതപ്പെട്ടു എന്ന് നമ്മൾ അറബിയിൽ പറയുമ്പോൾ, കത്ത് എന്നത് അരിസാല, അത് മുഅന്നസായ പദമാണ്. കത്ത് എഴുതപ്പെട്ടു എന്ന് പറയുമ്പോൾ ഖതബ എഴുതി, കുതിബ എഴുതപ്പെട്ടു എന്നതിന്റെ കൂടെ നായിബ് ഫായിലായി റിസാലത്ത് മുഅന്നസായ പദം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുതിബ എന്നുള്ളത് കുതിബത്ത് എന്നായി മാറും. കുതിബത്ത് അരിസാലത്തു. ഇങ്ങനെ നായിബ് ഫായിൽ മുഅന്നസ് ആകുമ്പോൾ ഫിഇലിലും അതിൻ്റെതായ മാറ്റം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്.